നമുക്കിത് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയാലോ, ഒട്ടും കുഴഞ്ഞു പോകാതെ തന്നെ. അതിന് നമുക്ക് ആവശ്യമായ വെണ്ടയ്ക്ക എടുക്കുക, ഒരു 3-4 പച്ചമുളകും ഒരു സവാളയും അരിഞ്ഞ് നമുക്ക് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് വേവിക്കാൻ വയ്ക്കാവേ. ഒന്ന് ഇളക്കി ഞാൻ വെച്ചിട്ടുണ്ടേ. അതിലേക്ക് ഞാൻ ഒരു ചെറിയ സ്പൂണിന് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ. എന്നിട്ട് നമുക്ക് ഒന്നുകൂടി ഇളക്കിയിട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. ഇങ്ങനെ വേവിക്കാൻ വയ്ക്കുമ്പോൾ ഒന്ന് മൂടി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ തുറക്കണേ. ചെറുതായിട്ടൊന്ന് ആവി കയറുമ്പോഴേക്കും നമുക്ക് തുറന്നെടുക്കണം, അല്ലെങ്കിൽ അത് കുഴഞ്ഞു പോകും. അങ്ങനെ തുറന്ന് വെച്ച് നമുക്ക് ചെറുതായി ഇളക്കി കൊടുത്താൽ മാത്രം മതി. കണ്ടോ, ഇപ്പോൾ തന്നെ കണ്ടോ, അത് ചെറുതായിട്ടൊന്ന് അടച്ചു വെച്ചപ്പോൾ തന്നെ അത് കുഴയാൻ പോകുന്ന രീതിയിലായത്. അടച്ചു വെച്ചാൽ നന്നായിട്ട് കുഴയും. അതുകൊണ്ട് തുറന്ന് വെച്ച് തന്നെ ചെറിയ ഫ്ലെയിമിലിട്ട് നമുക്ക് വഴറ്റിയെടുക്കാമേ. കുറച്ചൊന്ന് വാടാൻ തുടങ്ങിയപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് നമുക്ക് മുളക് പൊടിയോ പച്ചമുളകിലോ മാറ്റം വരുത്താവേ. അതുകൂടി ചേർത്തിട്ട് ഒന്നുകൂടി നന്നായി ഇളക്കി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ നന്നായി വാടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ജഗ്ഗൂട്ടന് കുറച്ചുകൂടി ഫ്രൈ ആവണം, എന്നാലേ കഴിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. ഒട്ടും കുഴയാതെ തന്നെ കിട്ടിയത് കണ്ടില്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. താങ്ക് യു. ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയും നല്ല മുളകിട്ട മീൻ കറിയും മോരും അച്ചാറുമാണേ. ഞാൻ മീൻ കറിയുടെ റെസിപ്പി നേരത്തെ കൊടുത്തിട്ടുണ്ട്, കാണാത്തവർ അതുകൂടി ഒന്ന് കാണണേ. എൻ്റെ റെസിപ്പികളൊക്കെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. വേറെ ഒരു റെസിപ്പിയായി ഉടൻ തന്നെ ഞാൻ വരാം കേട്ടോ. താങ്ക് യു.